കിനാവിൻ്റെ തീരത്ത് ഭാഗം 48. സതിചേച്ചി, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാ. എത്രയും താമസിക്കുന്നോ അത്രയും താമസിച്ച ഉണർന്നതൊക്കെ. അപ്പം പിന്നെ വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ടല്ലോ. ചെറിയമ്മ പറഞ്ഞ ആ ഒരു വാക്ക് സതിക്കും ഒരുപാട് ഇഷ്ടമായെന്ന് മീരയ്ക്ക് തോന്നിയിരുന്നു. അത് ആ മുഖത്തുണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയതുപോലെയാണ് മീരയ്ക്ക് തോന്നിയത്. ഒരു ആശ്രയത്തിന് പോലും ആരുമില്ല. വല്ലതൊക്കെ ഉണ്ടാക്കാൻ അറിയുമോ, അതോ ഇനി അതും പഠിക്കണോ? ചെറിയമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത്യാവശ്യമെല്ലാം ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണോ ഇവിടെയെന്ന് അറിയില്ല. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കാൻ അറിയാം. അമ്മ പണ്ട് മുതലേ ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട്ടിൽ ഞാനാ പാചകം. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി അറിയാം. പെട്ടെന്നാണ് ചെറിയമ്മ അവളുടെ കൈകളിലേക്ക് പിടിച്ചത്. എന്താണ് കാര്യമെന്ന് അവൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അയ്യോടാ, ഈ വള എത്രയുണ്ട്? ഒന്ന് ആഞ്ഞു പിടിച്ചാൽ അതങ്ങ് ചളുങ്ങുമല്ലോ. ചെറിയമ്മ പറഞ്ഞപ്പോഴാണ് സതിയും അവളുടെ ഇടം കൈയിലേക്ക് നോക്കിയത്. നോക്കിയപ്പോൾ ഇടത്തെ കൈകളിലെ ഇരുവളകളിലൊന്ന് നേരിയ ചളുക്കം നേരിട്ടിട്ടുണ്ട്. അത് ഇന്നലെ രാത്രി കിടന്നപ്പോഴോ മറ്റോ ചളുങ്ങിയതാവും, അവൾ വല്ലായ്മയോടെ പറഞ്ഞു. ഒരു രാത്രി കൊണ്ട് ചളുങ്ങണമെങ്കിൽ ഈ വള എത്രയുണ്ടായിരുന്നു മോളെ? ചെറിയമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. 1.5 പവനാണെന്ന് തോന്നുന്നു. 4 കൂടി 2 പവൻ, അവൾ സത്യം തന്നെ പറഞ്ഞു. സതിയുടെ മുഖത്ത് നാണക്കേടും ചെറിയമ്മയുടെ മുഖത്ത് പുച്ഛവും വിരിയുന്നത് കണ്ടു. ആകെ 4 വളകളെ ഉള്ളോ? പുച്ഛത്തോടെ ചെറിയമ്മ പറഞ്ഞപ്പോൾ അറിയാതെ മീരയുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. ചേച്ചിക്ക് വളയൊക്കെ ഇവരുടെ വീട്ടുകാരിട്ടില്ലേ? അത് സ്വർണം തന്നെയാണോ? ഉരച്ചു നോക്കണം. ആകെ പാടി ദേഷ്യം കയറി നിൽക്കുന്ന സതിയോടായി ചെറിയമ്മ ചോദിച്ചപ്പോൾ അവൾക്കും ദേഷ്യം വന്നിരുന്നു. തൻ്റെ കയ്യിൽ കിടക്കുന്ന വളയിലേക്ക് അവരുടെ നോട്ടമെത്തി. ആ നോട്ടത്തിൻ്റെ പാത പിന്തുടർന്ന് ചെറിയമ്മ അവരുടെ ഇടം കൈയിലെ വളയിലേക്ക് നോക്കി. കാപ്പ് പോലെയുള്ള വീതിയുള്ള ഒരു വളയാണ്. കണ്ടാൽ 2 പവനോളം മതിപ്പ് പറയും. ഇതാണോ തന്നത്? ചെറിയമ്മ ചോദിച്ചു. പെട്ടെന്ന് സതി കൈ നീട്ടിക്കൊടുത്തു. ചെറിയമ്മ തന്നെ ഒന്ന് പിടിച്ചു നോക്കുകയും ചെയ്തു. ഇങ്ങനത്തെ റോൾഡ് ഗോൾഡൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഒന്ന് ഉരച്ചു നോക്കുന്നത് നല്ലതാണ്. മീര കരച്ചിലിൻ്റെ വക്കിലെത്തി. മോളുടെ വീട്ടുകാർ പറ്റിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 1/2 പവനൊക്കെ എടുക്കാൻ പോകുന്നവരെ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാകും അങ്ങനെ സ്വർണം വിട്ട് പരിചയമൊന്നുമില്ലാന്ന്. അപ്പോൾ അവർ ചെയ്യുന്നത് ഏതെങ്കിലും വരവ് വള സ്വർണത്തിൽ ചെറുതായിട്ടൊന്ന് മുക്കി അങ്ങ് എടുക്കും. നോക്കുമ്പോൾ സ്വർണം പോലെ ഇരിക്കും. നിങ്ങൾക്ക് സ്വർണം ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് അവർക്കറിയാം. ചിരിച്ചുകൊണ്ടാണെങ്കിലും അടച്ചാക്ഷേപിക്കുകയാണ് ചെറിയമ്മയെന്ന് അവൾക്ക് മനസ്സിലായി. അവളൊന്നും മിണ്ടിയില്ല, നിസ്സഹായായി നിന്നു. മീര, പെട്ടെന്ന് പുറത്തു വന്ന് സുധി വിളിച്ചപ്പോൾ ഒരു ആശ്വാസം പോലെയാണ് അവൾക്ക് തോന്നിയത്. 2 പേരെയും സമ്മതത്തിനെന്ന പോലെ അവൾ നോക്കി. പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് കൂടി. അവിടെ ചെറിയച്ഛനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുധി. അവൾ കടന്നു വന്നപ്പോൾ തന്നെ കലങ്ങിച്ചുകൊന്ന് കിടക്കുന്ന കണ്ണുകളിലേക്കാണ് അവൻ്റെ നോട്ടമെത്തിയത്. കാര്യമെന്നത് മനസ്സിലായില്ലെങ്കിലും അവളെ വേദനിപ്പിക്കാൻ പാകത്തിന് എന്തോ ഒന്ന് അകത്ത് നടന്നിട്ടുണ്ടെന്ന് അവന് വ്യക്തമായിരുന്നു. ഞങ്ങളെന്താ പിന്നെ ഇറങ്ങാം മോളെ. സമയം പോലെ നിങ്ങൾ 2 പേരും കൂടി അങ്ങോട്ടിറങ്ങ്. ഞാൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് വരണമെന്ന് മാത്രം. ചെറിയച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ തല ചലിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ചെറിയമ്മയും ഇറങ്ങി. നമുക്കിറങ്ങാം, അവർക്കിനി അമ്പലത്തിലും പിന്നെ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ പോകാനുള്ളതാണ്. ചെറിയച്ഛൻ പറഞ്ഞപ്പോൾ ചെറിയമ്മ സുധിയുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറഞ്ഞു. മീരയെ നോക്കി ഒന്ന് ചിരിച്ചു എന്ന് വരുത്തിയിട്ട് അവർ പുറത്തേക്കിറങ്ങി. നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ? റെഡിയാകൂ, അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൾ തലയാട്ടി പെട്ടെന്ന് മുറിയിലേക്ക് ചെന്നിരുന്നു. നെറ്റിയിലൊരു പൊട്ട് മാത്രമാണ് അവൾ അലങ്കാരമായി വെച്ചത്. കണ്ണാടിയിൽ നിന്ന് പൊട്ടെടുത്ത് നെറ്റിയിലേക്ക് തൊട്ടപ്പോഴേക്കും കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിരുന്നു. ആ നിമിഷമാണ് സുധി മുറിയിലേക്ക് കടന്നു വന്നത്. അകത്തേക്ക് കയറിയതും അവൻ വാതിൽ കുറ്റിയിട്ടു. പിന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ത് പറ്റിയൊരു തെളിച്ചക്കുറവൻ്റെ കൊച്ചിന്? ചിറ്റമ്മ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞോ? അവളുടെ മനസ്സറിഞ്ഞിട്ട് എന്നതുപോലെ അവൻ ചോദിച്ചു. പെട്ടെന്ന് അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചിറ്റമ്മ അങ്ങനെയാണ്, എല്ലാ കാര്യത്തിനും അങ്ങനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. അത് പണ്ട് മുതലേ അങ്ങനെയാണ്. ഒന്നും മിണ്ടിയില്ലെങ്കിലും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തൂകിയത് അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിരുന്നു. എന്താ ഇത്? ഇത്രയ്ക്ക് വിഷമം ഉണ്ടാവാനും മാത്രം പറഞ്ഞതെന്താ? അവളുടെ 2 തോളിലും കൈ ചേർത്ത് പിടിച്ച് അവളുടെ മുഖം ചൂണ്ടുവിരലാൽ ഉയർത്തി അവൻ ചോദിച്ചു. ആ നിമിഷം അവൾക്കും ഒരു ആശ്രയമായിരുന്നു ആവശ്യം. അതുകൊണ്ട് തന്നെ അവൻ്റെ ചോദ്യത്തിൽ തന്നെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. 2 കൈകൾ കൊണ്ട് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചിൽ കണ്ണുനീർ ഒഴുകി. ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ തലമുടിയിഴകളിൽ തഴുകി അവൻ. അവളോടൊന്നും ചോദിച്ചില്ല. വിഷമം കഴിഞ്ഞ് അവൾ തന്നെ പറയട്ടെ എന്ന് കരുതി. ഒന്ന് കരഞ്ഞു മാറിയപ്പോൾ സങ്കടം കുറച്ചു കുറഞ്ഞതുപോലെ തോന്നി. അടുക്കളയിൽ നടന്ന സംഭവം അത്രയും പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിലും വേദന നിറഞ്ഞിരുന്നു. സാരയില്ല, പൊന്നിലും പണത്തിലും ഒന്നുമല്ല, ഈ പെണ്ണിൻ്റെ ഉള്ളിലാണ് മാറ്റുന്നത്. അവരറിയാൻ പോണല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്. വിട്ടേക്ക്. തനിക്ക് അത്ര വിഷമമായെങ്കിൽ ഞാൻ ചിറ്റമ്മയോട് ചോദിക്കാം. വേണ്ട, അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. എനിക്കെന്തോ പെട്ടെന്ന് കേട്ടപ്പോൾ വല്ലാതെ സങ്കടം തോന്നി.
ഇങ്ങനെയൊക്കെ സങ്കടപ്പെടാൻ നിന്നാൽ അതിനൊക്കെ നേരം ഉണ്ടാവൂ. ഓരോ ആൾക്കാരെ പല വിധത്തിൽ സംസാരിക്കും. നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കാൻ നിൽക്കണ്ട. നല്ലത് മാത്രം കേൾക്കുക. ബാക്കിയുള്ളതൊക്കെ അപ്പുറത്തെ ചെവിയിലൂടെ വിട്ടേക്കുക. ഒരു പ്രശ്നത്തിന് നിന്നാൽ പിന്നെ അതിനെ നേരമുള്ളൂ. അമ്മ എന്തെങ്കിലും പറഞ്ഞു ചെറിയമ്മയോട്? ഇല്ല എന്ന് അവൾ തലയാട്ടിയപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. തൻ്റെ പെണ്ണിനെ മറ്റാരെങ്കിലും കൊച്ചാക്കുമ്പോൾ അമ്മയല്ലേ ഇടപെടേണ്ടത്? തന്നെ ഓർത്തെങ്കിലും അമ്മ അത് ചെയ്യേണ്ടതല്ലേ? ആ ഒരു ചിന്ത ആ നിമിഷം അവൻ്റെ മനസ്സിൽ വന്നു. പക്ഷെ അവളോട് പോലും അത് പങ്കുവച്ചില്ല. അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് ഒന്ന് പുണർന്നു. അവൾക്ക് താനുണ്ടെന്ന് പറയാതെ പറയുന്നത് പോലെ. അടുക്കളയിലേക്ക് കടന്നു വന്ന സുഗന്ധി കാണുന്നത് എന്തോ കാര്യമായ ചിന്തയിലിരിക്കുന്ന സതിയെയാണ്. പെട്ടെന്നവൾ സതിക്കരികിലേക്ക് ചെന്നു. എന്താ അമ്മേ, എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? സുഗന്ധി ചോദിച്ചു. ഒന്നുമില്ല, മേരിയുടെ വീട്ടുകാരുടെ ഈ വള സ്വർണം തന്നെയാണോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അതെന്താ അമ്മയ്ക്ക് അങ്ങനെയൊരു സംശയം? അത് പിന്നെ നിന്റെ ചെറിയമ്മ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ആലോചിച്ചു നോക്കിയപ്പോൾ അത് ശരിയാ. എന്താ? മേരിയുടെ കയ്യിൽ ഒരു വള ചളുങ്ങിക്കിടക്കുന്നത് കണ്ട ചെറിയമ്മ കാര്യം തിരക്കിയത്. 4 വള കൂടി 2 പവനേ ഉള്ളൂ എന്നാണ് അവൾ പറഞ്ഞത്. അതായത് ഒരു വള 1/2 പവൻ. ആകെ ആ പെണ്ണിനെ 4 വളയുള്ളൂ. കല്യാണം കഴിഞ്ഞ് ഒരു പെണ്ണിനെ ആകെ 4 വള കൊടുത്തു വിട്ട അവളുടെ അമ്മ നമുക്ക് 1 പവൻ തികച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു സംശയം. നമുക്കൊരു കടയിൽ പോണം. ഇത് സ്വർണം തന്നെയാണോ എന്ന് തിരക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമോ ഇന്നത്തെ കാലത്ത്? അങ്ങനെ വല്ലതും ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടുമെന്നും അങ്ങനെ ചെയ്താൽ അത് അവരുടെ മോൾക്ക് തന്നെയാണ് കുഴപ്പമെന്നും അവർക്കറിയില്ലേ? കല്യാണം കഴിഞ്ഞ് കണ്ടുപിടിച്ചാൽ എന്താണെന്ന് കരുതി കാണും. പിന്നെ സുധി ഇപ്പോഴേ അങ്ങോട്ടാണല്ലോ. അതുകൊണ്ട് അവനെ പറ്റിച്ച് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാമെന്ന് കരുതി കാണും. അങ്ങനെ വല്ലതും ആണെങ്കിൽ മാധവി എൻ്റെ തനി സ്വഭാവം കാണും. സതി എന്തു ഉറപ്പിച്ചു എന്നതുപോലെ പറഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.